ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാം. ഏതെങ്കിലും ഒരു കാർഡ്ബോർഡിന്റെ പീസ് ഇത് അതുപോലെ മടക്കുക, എന്നിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി അപ്പുറത്തും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത് കളർ പേപ്പർ അല്ല കേട്ടോ, ഞാൻ കളർ അടിച്ചെടുത്തതാണ്. കവറിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3 സ്റ്റിക്ക് എടുത്ത് അതൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മതിയെങ്കിൽ ഒന്ന് മതി, അവിടെ വെറുതെ ഒരു രസത്തിന് 3 എടുത്തുന്നതന്നെ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്ക് അതിലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഫെവിക്വിക്കും കൂടി യൂസ് ചെയ്യാൻ നോക്കുക, അപ്പൊ നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കൂട്ടാ. ഇനി അതിന്റെ അടയാളം എവിടെയാണ് വരുന്നത് അവിടെ ഹോൾ ഇട്ട് കൊടുക്കുക. ആ ഹോൾ ഇട്ട് അവിടെ ഒന്ന് സെലോ ടോപ്പ് വെച്ച് കവർ ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ കവർ ചെയ്തില്ലേ, അതിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ ഹാർട്ട്സാണ് വരച്ചെടുക്കുന്നത്. ടേപ്പ് ഒട്ടിച്ചവിടെ കുറച്ചും കൂടി വലിയ ഹാർട്ടാണ് വരച്ചെടുക്കുന്നത്. എന്താ വെച്ചാൽ ആ ഹോളൊന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പഞ്ചിങ് മെഷീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യണ്ടെന്നും കൂടി നോക്കണ്ടേ. താഴെ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് പഞ്ച് ചെയ്ത് നോക്കാം. സംഭവം സെറ്റാണ്. അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കിട്ടാ. അസൈൻമെന്റ്സ് ഒക്കെ വരുമ്പോൾ യൂസ്ഫുൾ ആണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബൊക്കെ അടിച്ചൂടെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.